ഏറെ ആശങ്കകൾക്ക് നടുവിലും പ്രതീക്ഷ കൈവിടാതെ ചിങ്ങവേൽ കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നമ്മൾ മലയാളികൾ. ഇന്ന് എൻ്റെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു പ്രശസ്ത ഗായികയാണ്. പ്രത്യേകിച്ച് മുഖവരിയുടെ ആവശ്യമൊന്നുമില്ല. ആൾ തൻ്റെ 7ാമത്തെ വയസ്സ് മുതൽ പാട്ട് പാടി തുടങ്ങിയതാണ്. അതും ചിത്രചേച്ചി, ദാസേട്ടൻ മുതലായ ഒരു മുൻനിര ലെജൻസിനൊപ്പം നിരവധി ഭാഷയിൽ പാടാൻ അവസരവും ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ചിങ്ങം 1 ധന്യമുഹൂർത്തമാക്കി മാറ്റാൻ നമ്മളോടൊപ്പം ചേരുന്നു സരിത റാം. നമസ്കാരം ചേച്ചി. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ചിങ്ങം ബേസ് ചെയ്ത് അല്ലെങ്കിൽ ചിങ്ങത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പാട്ട് തന്നെ പാടി നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേക ഓണാശംസകൾ. നേരത്തെ പറഞ്ഞു, ഒരുപാട് പ്രതിസന്ധികളൊക്കെയാണ് ഇപ്പോൾ അല്ലേ, ഭയങ്കര ദുഃഖമാണ് കേരളം മുഴുവനും. എങ്കിലും നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടി ചിങ്ങം 1 വരവേൽക്കാം. ഏത് പാട്ട് വേണം? ഒരുപാട് മലയാളത്തിൽ ഒരുപാട് നല്ല ഓണപ്പാട്ട്. ഏതെങ്കിലും ഒരു പാട്ട്. നമ്മൾ ഓണം തുടങ്ങിക്കഴിഞ്ഞാൽ സ്ഥിരം സ്റ്റേജുകളിൽ പാടുന്നൊരു പാട്ടുണ്ട്. ഫീമെയിൽസിന് ഒഴിവാക്കാൻ പറ്റാത്തൊരു പാട്ടാണ് വാണി ജയറാം പാടിയ ഒരു പഴയ പാട്ട്. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴും നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴും നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. മനോഹരമായിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം സരിത ചേച്ചി ഒരു സംഗീതജ്ഞ മാത്രമല്ല, സംഗീത ഡയറക്ടറാണ്. കൂടാതെ മാധ്യമരംഗത്തെ പല വേദികളിലും അല്ലെങ്കിൽ പല മേഖലകളിലും സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളാണ്. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ സംഗീതത്തിൻ്റെ ആ ഒരു മേഖലയിലോട്ടുള്ള ടേണിംഗ് പോയിന്റ് എങ്ങനെയായിരുന്നു? യൂട്യൂബ് ചാനലെല്ലാം ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാം കൂടി ഒരുമിച്ച്? അല്ല, സംഗീതം എന്ന് പറയുന്നത് ജന്മവാസനയാണ്. അതുള്ളവർ അത് കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ അവസരങ്ങളും തേടി വരും. എനിക്ക് അതിലൊരു കുറച്ച് ഭാഗ്യമുള്ളൊരു കുട്ടി തന്നെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ, നേരത്തെ പറഞ്ഞു, ഒരു 7 വയസ്സിലാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ പാടുന്നത്. അത് കഴിഞ്ഞിട്ട് 10 വയസ്സ് മുതൽ റെക്കോർഡിങ്സിനും ഒക്കെ പങ്കെടുക്കാൻ പറ്റി. അതുപോലെ ലെജൻസിൻ്റെ പാട്ടുകൾ പാടാൻ പറ്റി. അതേപോലെ തന്നെയാണ് നമുക്ക് സംഗീതം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതൊരു സഹജമായ കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ ഫീൽഡിലുള്ള ഒട്ടുമിക്ക കലാകാരന്മാരും അല്ലെങ്കിൽ ചാനൽസിലും ഒക്കെ ഉള്ളവരുടെ ബേസിക്കായിട്ട് അവർക്കൊരു എന്താ പറയുക, ഒരു താളബോധം അല്ലെങ്കിൽ സംഗീത ബോധം ഉണ്ടാവും. അതെ. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ സ്റ്റേജുകളിലൊക്കെ ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു സ്റ്റേജ് ഫിയർ ഇല്ല. ആളുകളെ നമുക്ക് അഭിമുഖീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ തന്നെയാണ് എനിക്ക് ചാനലിലും. ഞാൻ 2017 ഫസ്റ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്തത് ഒരു പ്രോഗ്രാം. ജേർണലിസ്റ്റ് കൂടിയാണല്ലേ? അതെ. അപ്പോൾ ചാനലിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്തു. അത് ആക്ച്വലി ഒരു വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അതിനുശേഷം അതിലും സക്സസ് ആവാൻ പറ്റുമെന്നൊരു വിശ്വാസത്തിൽ ആളുകൾ വിളിച്ചു തുടങ്ങി. അങ്ങനെ പ്രമുഖ ചാനലുകളിലെല്ലാം പ്രോഗ്രാം പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, മാധ്യമത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്താണ്. അങ്ങനെ ജേർണലിസം കോഴ്സ് ചെയ്തു. പിന്നെ അത്യാവശ്യം മാധ്യമരംഗത്ത് തന്നെ കോർഡിനേഷനും കണ്ടൻറ് ക്രിയേറ്ററായിട്ടും അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് നിരവധി അവാർഡുകളൊക്കെ കിട്ടിക്കാണുമല്ലോ? ഉണ്ട്. ഓക്കെ. അതിലേതാണ് ഒന്നുകൂടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത്? പേഴ്സണൽ ഫേവറേറ്റ് അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമുക്കിപ്പോൾ ഫേവറേറ്റ് ആണ്. ഇപ്പോൾ മൾട്ടി ടാസ്കിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ എന്തായാലും ഏഷ്യാനെറ്റിൻ്റെ 2007 ബെസ്റ്റ് ഫീമെയിൽ സിംഗർ, പോപ്പുലർ സിംഗർ എന്നുള്ളൊരു അവാർഡ് കിട്ടിയിരുന്നു. റീസെൻ്റായിട്ട് പറയേണ്ടത് തികൃഷി ഫൗണ്ടേഷൻ മാധ്യമ അവാർഡ്സ്. അപ്പം അതിൽ ബെസ്റ്റ് ആങ്കർ എന്നുള്ളൊരു അവാർഡ് കിട്ടി. അപ്പോൾ അതൊക്കെ സന്തോഷമുണ്ട്. കാരണം പല മേഖലകളിലും
നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും അതിലൊരു അംഗീകാരം കിട്ടുക എന്നുള്ളത് ഭയങ്കര സന്തോഷം. അതെ അതെ. അപ്പോൾ ആദ്യത്തെ പാട്ട് പാടുന്നത് 7ാമത്തെ വയസ്സിലാണ്, അത് യേശുദാസിൻ്റെ ഒപ്പം. അപ്പോൾ യേശുദാസ് എന്നുള്ള ആളെ അറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നോ പുള്ളിയുടെ സമയത്ത് നിന്ന് പാടുമ്പോഴോ? പിന്നെ തീർച്ചയായിട്ടും. പക്ഷേ അത് ഇപ്പോൾ ഓർക്കുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു വാല്യൂ എന്നുള്ളതല്ല, നമ്മൾ പാടാൻ പോകുന്നു എന്നറിയാം. ദാസർ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതലേ കേൾക്കുന്നത്. അദ്ദേഹത്തെ തരംഗിണി സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്. അദ്ദേഹത്തെ കാണുന്നു. പക്ഷേ ആ പ്രായത്തിൽ ടെൻഷൻ എന്ന് പറഞ്ഞ കാര്യം കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പം പേടിയാവുന്നുണ്ട്. അപ്പോൾ അത്ര കോൺഷ്യസ് അല്ലായിരുന്നു ആ പ്രായത്തിൽ. അതെ. അപ്പോൾ ആ പാട്ട് ഇപ്പോൾ ഒന്ന് പാടാൻ പറ്റുമോ? മധുമാസരാവ് പോലൻ മനസ്സിൻ്റെ രാഗസ്വപ്നം മഞ്ജുനാദം മധുരാലാപം മാദക സംഗീത ശ്രുതിതാളം നിന്റെ മാദക സംഗീത ശ്രുതിതാളം. പിന്നെ 7ാമത്തെ വയസ്സ് മുതൽ എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും സ്കൂൾ കാലം എത്തുന്നു, കോളേജ് കാലം എത്തുന്നു. അപ്പോൾ ഈ പാട്ടിനൊപ്പം എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുവന്നത്? പഠനവും ഗായന ഇതെല്ലാം കൂടെ ആയിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ശരിക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ പേരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും നമ്മൾ സംഗീതം എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് ഒഴിവാക്കുന്ന ഒരു കാര്യമല്ല. അപ്പം അതും പഠനവും ഒക്കെ ഒരേപോലെ കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം എനിക്കുണ്ടായി എന്നുള്ളതാണ് സത്യം. പിന്നെ പഠനത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വിമൻസ് കോളേജിലാണ് ഗ്രാജുവേഷൻ മ്യൂസിക്കിൽ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ സോഷ്യോളജി ചെയ്തു. ഇനിയിപ്പോൾ റീസെൻ്റായിട്ട് ജേർണലിസവും കഴിഞ്ഞു. ആരാണ് കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള വീട്ടിൽ? അച്ഛനാണോ അമ്മയാണോ? തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ട്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ, അതായത് എനിക്ക് വളരാനുള്ള എന്താ പറയുക വളം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷൻ ഭയങ്കര തിരക്കുള്ളതാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി ഒരുപാട് സമയം ചിലവഴിച്ച ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പം അച്ഛനാണ് എന്നെ കൊണ്ട് നടന്നത്. ചേച്ചിയുടെ ആദ്യത്തെ ഒരു സംഗീതത്തിലേക്കുള്ള എൻട്രിക്ക് ശേഷം നിരവധി വേദികൾ സ്വാഭാവികമായിട്ടും ലഭിച്ചു കാണും. അപ്പം അതിനുശേഷം ഉള്ള ആ ഒരു എന്താ പറയുക, ആ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു വലിയതായിരുന്നു. അത് നിരവധി ലെജൻഡറികളായിട്ടുള്ള ആളുകളുമായിട്ട് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അവരുടെ നിരവധി പാട്ടുകൾ പാടാൻ സാധിച്ചു. അപ്പം മാത്രമല്ല മലയാള ഇതര ഭാഷകളിലും ചേച്ചി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലത്തെ പറ്റി ഒന്ന് ഓർമ്മിച്ചെടുക്കുമോ? ആ ഒരു കാലത്തെ ഓർമ്മിക്കല്ലേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അല്ല സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞു 10ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ റെക്കോർഡിങ്. അപ്പം അത് കഴിഞ്ഞിട്ട് SP ബാലസുബ്രഹ്മണ്യം അദ്ദേഹവുമായിട്ട് എനിക്കൊരു ഡ്യൂറ്റ് പാടാൻ സാധിച്ചു. ചിത്ര ചേച്ചിയുമായിട്ടൊക്കെ വരും വർഷങ്ങളിലെല്ലാം ഒരുപാട് സ്റ്റേജുകളിൽ പാടാൻ പറ്റി. ദക്ഷിണാമൂർത്തി സ്വാമി പോലെയുള്ള ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പാട്ട് പാടാൻ പറ്റി. അപ്പോൾ ഇതെല്ലാം ഒരുപാട് ഭാഗ്യമാണ്. അവിടം തൊട്ട് തുടങ്ങി ഇപ്പോൾ വളരെ ശ്രദ്ധേയരായ രാഹുൽ രാജ്, ബിജി ബാൽ, ജാസി ചേട്ടൻ, ഇവരുടെ കൂടെയൊക്കെ പാടാനും ഇവരുടെ പാട്ടുകൾ സിനിമകളിൽ പാടാനും ഉള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. രവീന്ദ്രൻ മാസ്റ്റർ, രാഘവൻ മാസ്റ്റർ, അങ്ങനെ അദ്ദേഹം പറയാ എപ്പോഴും അത് ഓർക്കുമ്പോൾ ഒരു പാട്ട് ഒരുപാട് പോപ്പുലർ ആവുക എന്നുള്ളതിലുപരി ഒരു പാട്ടുകാർക്ക് ഇതുപോലെയുള്ള ഗോൾഡൻ മൊമെന്റ്സ് ഇപ്പോഴത്തെ തലമുറയിൽ ആളുകൾക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് ചേച്ചിക്ക് കിട്ടിയത്. അതിന് വലിയൊരു അംഗീകാരമാണ് ജീവിതത്തിലെ. പുതിയ തലമുറയിലെ പാട്ടുകാരില്ലേ, അതായത് സംഗീത സംവിധായകരുണ്ട്. അപ്പം അവർക്ക് കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു മൊമെന്റ് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഐ തിങ്ക് ഒരു എബി എന്ന് പറഞ്ഞൊരു ചിത്രത്തിലെ ഒരു പാട്ട് വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കത് കേട്ടപ്പോൾ വളരെ ഇഷ്ടമായി. ഒന്ന് പാടാം ഇപ്പോൾ. വിനീത് ശ്രീനിവാസൻ ഹീറോ ആയിരുന്നു. വിനീതിൻ്റെ കൂടെ തന്നെയാണ് ആ സോങ് പാടിയത്. ഒന്നുറങ്ങി കൺതുറന്നു മുന്നിലിന്നു വരൂ പ്രഭാതാർക്കരശ്മി പോലെ, നാടിറങ്ങി മേടിറങ്ങി നാട് ചുറ്റി ഈ വിഹായസിൽ പാറുവാൻ, ഉണരു നീ വളരു നീ തെളിയു നീ ഉയരു നീ വേറു നീ, നാളെ 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 പുതിയ
വളരെ പ്രതീക്ഷ തരുന്നൊരു പാട്ടാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഹോപ്പൊക്കെ തരുന്നൊരു. അതിനൊരു എനിക്ക് ഇഷ്ടമായത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും ആ പാട്ടിൻ്റെ അടുത്ത്. അപ്പം നമുക്ക് വീണ്ടും ഓണക്കാലത്തിലേക്ക് തിരിച്ചു വരാം. ഇത്ര നാളത്തെ ഒരു കരിയറിനിടയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിനിടയ്ക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് ഓണക്കാലത്തെ പറ്റി എന്തെങ്കിലും? ഓണക്കാലം കലാകാരന്മാർക്ക് എപ്പോഴും സ്റ്റേജുകളായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഓണം എന്ന് പറയുമ്പോൾ ഉറക്കച്ചടവോട് കൂടി സദ്യയുടെ മുമ്പിൽ ഇരിക്കുന്ന ഓർമ്മയാണ് ഏറ്റവും കൂടുതൽ. ഉച്ചവരെ കിടന്ന് ഉറങ്ങില്ല. അതെ അതെ അതെ, എൻ്റെ അമ്മ ഇങ്ങനെ വിളിച്ചുണർത്തും വരും. അപ്പം ചെറിയ പ്രായത്തിലേതാണ് എന്ന് പറഞ്ഞാൽ ഒരു 7 വയസ്സിന് മുമ്പൊക്കെയാണ് അമ്മയുടെ നാടും അച്ഛൻ്റെ വീട്ടിലും ഒക്കെ പോയി ആ ഓർമ്മ. അത് കഴിഞ്ഞ് എപ്പോഴും സ്റ്റേജുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഓണത്തിൻ്റെ ഒരു ഓർമ്മയുള്ളത്. അപ്പം ഇഷ്ടപ്പെട്ട ഒരു ഓണപ്പാട്ട് പാടും ഇപ്പോൾ? ഓണപ്പാട്ട് ഒരുപാടുണ്ട്, സ്റ്റേജുകളിലൊക്കെ നമ്മൾ ഒരുപാട് പാടുന്ന പാട്ടുകളുണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഓണത്തിൻ്റെ എല്ലാ ഒരു സന്തോഷവും തരുന്ന ഒരു ലളിതഗാനമാണ്. ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാങ്കിതരമ്യോദയം ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാങ്കിതരമ്യോദയം മാവേലി മന്നൻ്റെ തിരുവരവേൽപ്പിന് മലയാളമൊരുങ്ങുന്ന ദിവ്യോദയം മാവേലി മന്നൻ്റെ തിരുവരവേൽപ്പിന് മലയാളമൊരുങ്ങുന്ന ദിവ്യോദയം ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാങ്കിത രമ്യോദയം. ചേച്ചി കൂടാതെ ആകാശവാണിയിലെ ഓൾ ഇന്ത്യ റേഡിയോയിലെ ഒരു ആർട്ടിസ്റ്റ് കൂടെ ആയിരുന്നു ലളിതഗാനത്തിൽ. അപ്പം അവിടുത്തെ കുറച്ച് മൊമെന്റ്സ് ഒന്ന് ഷെയർ ചെയ്യുമോ, എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത്? തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത് ആകാശവാണിയിൽ നിന്ന് തന്നെയാണ്. സരിത രാമൻ ഇപ്പം പ്രൊഫഷണലി അറിയപ്പെടുന്നെങ്കിൽ എൻ്റെ റെക്കോർഡ് നെയിം സരിത RC നായർ എന്നാണ്. അപ്പോൾ ലളിതഗാനം പാടുന്നത് സരിത RC നായർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് നല്ല ലളിതഗാനങ്ങൾ എനിക്ക് അവിടെ പാടാൻ പറ്റി എന്നുള്ളതാണ്. അതും ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ MG രാധാകൃഷ്ണൻ സാറും പെരുമ്പാവൂർ G രവീന്ദ്രനാഥ് മാസ്റ്ററും നേരത്തെ പറഞ്ഞതുപോലെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു വർക്ക്, ചിദംബരനാഥ് മാസ്റ്ററിൻ്റെ വർക്ക്. അവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഒക്കെ എന്താ പറയുക, വളരെ അനശ്വരമായ പാട്ടുകൾ നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ച ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ പാട്ട് പാടാൻ പറ്റി. ONV സാറിൻ്റെ വരികൾ, അത് ലെജൻഡറി ആയിട്ടുള്ള എഴുത്തുകാരുടെ പാട്ടുകൾ പാടാൻ പറ്റി എന്നൊക്കെ ഉള്ളൊരു സന്തോഷമുണ്ട്. ONV സാറിന് പാടിയിട്ടുണ്ട്, ഇപ്പൊ ഒന്ന് പാടാൻ പറ്റും? ചിദംബരനാഥ് മാസ്റ്ററിൻ്റെ സംഗീതത്തിലാണ്. അത് മാത്രമല്ല, അടുത്തൊരു ഭാഗ്യം എന്ന് പറഞ്ഞത് ഞാൻ ആകാശവാണിയിൽ ആദ്യം പാടിയത് ഇവരുടെ പാട്ടാണ്. ഓടി വരൂ ഇനി ഓടി വരൂ എൻ്റെ ഓമൽക്കിനാവുകളേ പൊന്നോണക്കിനാവുകളേ ഓടി വരൂ ഇനി ഓടി വരൂ എൻ്റെ ഓമൽക്കിനാവുകളേ പൊന്നോണക്കിനാവുകളേ. ഇതെന്തായാലും ഓണം ആയിട്ട് കണക്ട് ചെയ്ത് വന്നൊരു പാട്ടാണ്. ഇത് ONV സാർ എഴുതിയതാണ്. ഇപ്പം ട്രെൻഡുകളുടെ കാലമാണ്. സിനിമയിൽ ട്രെൻഡ് വരുന്നു, എഴുത്തുകാർക്കിടയിൽ ട്രെൻഡ് വരുന്നു. അപ്പം ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട് മ്യൂസിക്കിൽ അങ്ങനെ ഒരു ട്രെൻഡിൻ്റെ കാലത്തിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ജനറേഷനിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഓരോ കാലഘട്ടത്തിൽ ഓരോ എന്താ പറയുക, ഓരോ തരത്തിലുള്ള പാട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിൽ നിന്നുള്ള ആൾക്കാർ കൂടുതലും എന്താ പറയുക, പണ്ടത്തെ പാട്ടുകളൊന്നും പാടാതെ അല്ലെങ്കിൽ അങ്ങനത്തെ വേദികൾ അത് ചൂസ് ചെയ്യാതെ നിൽക്കുന്നതാണ്. അത് തെറ്റാണ്. കാരണം ഇപ്പോഴത്തുള്ള ഓരോ സ്റ്റേജുകളിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചറിയാം ഏറ്റവും കൂടുതൽ പാടുന്നത് പഴയ പാട്ടുകളാണ്. ഇപ്പോഴത്തെ ഈ ട്രെൻഡിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, കുഴപ്പം എന്നുള്ളതല്ല, ഓരോ കാലത്തും ഓരോ സ്റ്റൈലാണ്. ഇപ്പോൾ ഉള്ളത് നമുക്ക് സ്റ്റേജുകളിൽ പ്രസൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ഓഫ് സോങ്സ് ആണ് ഫിലിമിലൊക്കെ വരുന്നത്. അതൊരു ട്രെൻഡാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴായാലും ഞാനൊക്കെ ആയാലും സ്റ്റേജുകളിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പാടാൻ ആവശ്യപ്പെടുന്നതും ഒക്കെ ഇടക്കാലത്തെയും പഴയ പാട്ടുകളുമാണ്.
പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് ഒരു രസമാണ്, ഒരു സ്പീഡാണ്, വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞു പാട്ടുകളാണ്, പെട്ടെന്ന് അതാണ് മൊത്തം നമ്മൾ കേട്ട് അല്ലെങ്കിൽ ഡാൻസ് ചെയ്തൊന്ന് ആഘോഷിച്ച് തീർക്കുന്ന പാട്ടുകളാണ് ഇപ്പോഴത്തെ. അത് ആസ്വദിക്കാറുണ്ട്. അത് പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ സ്റ്റേജ് ഷോസ് ഒക്കെ ചേച്ചി ചെയ്തിട്ടുണ്ടല്ലോ, കേരളത്തിന് പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ. കർണാട്ടിക് മ്യൂസിക്, ഹിന്ദുസ്ഥാനി അങ്ങനെ എന്തെങ്കിലും പഠിക്കുവോ? തീർച്ചയായിട്ടും. എൻ്റെ ഹിന്ദുസ്ഥാനി ഗുരു എന്ന് പറയുന്നത് പണ്ഡിറ്റ് രമേശ് നാരായൺ സാറാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ഹിന്ദുസ്ഥാനിയും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഒന്ന് പാടാൻ പറ്റുമോ ഹിന്ദുസ്ഥാനി? अब तो बैरागिन बाई आली में तो अब तो बैरागिन बाई आली में तो. ചേച്ചി പിന്നെ എല്ലാ റേഞ്ചിലുള്ള സോങ്സ് ഉണ്ട്, ഹൈ പിച്ചിലുള്ള സോങ്സ്, ലോ പിച്ചിൽ പാടേണ്ട സോങ്സ്. അപ്പോൾ ഈ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഏൺ ചെയ്ത് ഇന്ന് ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ എല്ലാ നാക്കിലും ബേസ് ചെയ്ത് പാടാൻ പറ്റത്തുള്ളൂ, അതോ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യണ ടൈമിൽ അതിന് പിന്നിൽ? അങ്ങനെയല്ല. ശബ്ദം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ദൈവം നമുക്ക് തരുന്നതാണ്. പിന്നെ ചില ആളുകൾക്ക് സഹജമായിട്ട് തന്നെ എല്ലാ ഒക്ടേവിലും പാടാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൊരു വോയിസ് ടെക്സ്റ്റർ ആയിരിക്കും. അല്ലാത്ത ആളുകൾക്ക് ഒരു മിഡിൽ റേഞ്ച് അതിലായിരിക്കും കംഫർട്ടബിൾ ആയിരിക്കുക. പിന്നെ കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പാടാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും. ഈ പറയുന്നത് പോലെ അത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മളെപ്പോഴും ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചത് സ്റ്റേജിലേക്ക് പാടുന്ന കാര്യങ്ങളാണെങ്കിൽ പഴയ പാട്ടുകളൊക്കെ, അതിപ്പോൾ ജാനകിയമ്മ, ചിത്രശേഷിയൊക്കെ പാടി വച്ചേക്കുന്ന പാട്ട് ഡിറ്റോ നമ്മൾ സ്റ്റേജിൽ പാടേണ്ടി വരുന്നത്. ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഓരോ സിംഗറിനും തനതായ വ്യക്തിത്വമുണ്ട്, അവരുടെ ശബ്ദത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെ ഇപ്പം പാട്ടുകൾ, അതായത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഒരു കാലമാണ് ഇപ്പോൾ. അപ്പം അവർക്ക് അവരുടേതായ സ്റ്റൈലൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും അത് സ്റ്റേജുകളിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഞാൻ ചോദിച്ചത് ചേച്ചി അങ്ങനെ എല്ലാ റേഞ്ചിലും പാടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഫീൽ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിന് പ്രാക്ടീസ് ചെയ്ത് ഇതായാണോ? ആ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പം ദൈവം സഹായിച്ച് എനിക്കൊരു മിഡിൽ റേഞ്ചും ഹൈ പോകുന്നതിനും ബേസി പാടുന്നതിനും ഒക്കെ ഞാൻ ഫ്ലെക്സിബിളായിട്ട് എൻ്റെ വോയിസ് വരാറുണ്ട്. അപ്പം ഞാനത് കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. അതെ 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 അതെ. ചേച്ചി സംഗീതജ്ഞയാണ്, അതിലുപരി മ്യൂസിക് ഡയറക്ടറാണ്. ഇതുവരെ എത്ര മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്? ഞാനൊരു 10-30 സോങ്സ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് മനോരമ മ്യൂസിക്സാണ് ഇപ്പോൾ ഒരു ആൽബം റിലീസ് ചെയ്തത്. ഇനി 1-2 സോങ്സിൻ്റെ പണിപ്പുരയിലാണ്. ഉടനെ ഇതുപോലെ അതെ അതെ അതെ. അപ്പോൾ ഇനിയിപ്പോൾ ഏത് സംവിധായകൻ്റെ കൂടാണ് ഒന്ന് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഉണ്ടോ? ഓഫ് കോഴ്സ് രാജാ സാറാണ് എൻ്റെ എന്താ പറയുക മാനസഗുരു എന്നോ, അല്ലെങ്കിൽ അദ്ദേഹമാണ് എൻ്റെ സംഗീതം. എപ്പോഴും അദ്ദേഹത്തിൻ്റെ സംഗീതം കേൾക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പതിഞ്ഞൊരു സംഗീതമാണ് അദ്ദേഹത്തിൻ്റേത്. അത് എൻ്റെത് മാത്രമായിരിക്കില്ല, സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ട് പാടണമെന്നാണ് ആഗ്രഹം. ചില അവസരങ്ങൾ ഇങ്ങനെ എന്താ പറയുക അടുത്ത് വന്നിട്ട് തെന്നിപ്പോയിട്ടുണ്ട്. അപ്പം എപ്പോഴെങ്കിലും ആ ഒരു ആഗ്രഹം നടക്കുമെന്ന് വിചാരിക്കുന്നു. അതെ ചേച്ചി, പിന്നെ നമ്മൾ പണ്ടുള്ള ആ കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങനെ മാറി ചിന്തിച്ച് നോക്കുമ്പോൾ, പണ്ടൊക്കെ നമ്മൾ സിനിമയിൽ മാത്രം പാടിയാൽ മാത്രമേ ഫേമസ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ആ പാട്ട് ഭയങ്കരമായിട്ട് ആളുകൾ സ്വീകരിക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം സോഷ്യൽ മീഡിയ എടുത്തൊരു 2 മിനിറ്റ് റീലോ അല്ലെങ്കിൽ 1 മിനിറ്റ് പാട്ടിട്ടാൽ തന്നെ എല്ലാവരും ഫേമസ് ആയി മാറും. അപ്പം അതിന് എന്താണ് ഇപ്പം ഒരു അഭിപ്രായം? അത് നല്ലൊരു കാര്യമാണ്, കാരണം എല്ലാവർക്കും സിനിമയിലേക്ക് അവസരം കിട്ടാത്ത നിരവധി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ അത്, സ്വാഭാവികമായിട്ടും. തീർച്ചയായിട്ടും. അതുപോലെ ഈ ലോകം മുഴുവനും എന്താ പറയുക എപ്പോഴും എന്ത് സംഭവിക്കാവുന്നൊരു സമയമാണ്. പണ്ട് ഒരു ചെറിയൊരു സർക്കിളിൽ മാത്രമാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പം പത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്തെങ്കിലും അറിയാമെന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പോലും ഈ ലോകം മൊത്തം അറിയുന്ന ഒരവസ്ഥയാണ്. അതുപോലെ അതിനൊരു ദോഷമുണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റി കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്.
എനിവേ നമുക്ക് എന്ത് മാറ്റങ്ങളെയും പോസിറ്റീവായിട്ട് തന്നെ സമീപിക്കാം. ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, വളരെ ഇങ്ങനെ വലിയ വലിയ അവസരങ്ങളിലൊക്കെ എത്തിപ്പെടാൻ സാധിക്കാത്ത പല കലാകാരന്മാരും ഇതുപോലെയുള്ള എന്താ പറയുക കൂട്ടുകാരെടുക്കുന്നതോ വീട്ടിൽ ഇരുന്ന് ജസ്റ്റ് ഒന്ന് പാടുന്നതോ ആയ സോഷ്യൽ മീഡിയയിലൂടെ എത്തിയവർ പ്രശസ്തരായിട്ടുണ്ട്. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു ദോഷം കൂടിയുണ്ട്. കാരണം ഒരു എന്താ പറയുക, ഒരു കൂണ് മുളയ്ക്കുന്നത് പോലെ പെട്ടെന്ന് വരിക, പോവുക, എങ്ങോട്ടോ പോവുക എന്നുള്ളൊരു അവസ്ഥയും ഉണ്ട്. എനിവേ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന്. ഇന്ന് ചിങ്ങം ഒന്നാണ്. കർഷക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട നിരവധി പാട്ടുകളുണ്ട്. ഏതെങ്കിലും ഒന്ന് പാടാൻ മതിൽ? എനിക്ക് ഒരു നാടൻ പാട്ട് അല്ലെങ്കിൽ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു സ്ലോ സോങ്ങാണ് കേട്ടോ. ഞാനൊന്ന് പാടാം. അപ്പനമ്മാടെ കുമ്പളത്തെ അമ്മേ നമ്മാടെ ചിറകത്തെ കുമ്പളം പൂത്തതും കായ പറിച്ചതും കരിക്കരിഞ്ഞതും നെയ്യ് പൊരിച്ചതും നീയറിഞ്ഞോ നീയറിഞ്ഞോ കറുത്ത പെണ്ണെ കുഞ്ഞോളെ നീയറിഞ്ഞോ നീയറിഞ്ഞോ കറുത്ത പെണ്ണെ അപ്പനമ്മാടെ കുമ്പളത്തെ. നന്നായിട്ടുണ്ട് ചേച്ചി. അപ്പം ഈ മലയാളത്തിനും മറ്റ് ഇതര ഭാഷകൾക്കൊക്കെ പുറമെ ഇനി ഏതെങ്കിലും പുതിയ സ്റ്റൈൽ അല്ലെങ്കിൽ പുതിയൊരു ജനർ ഏതെങ്കിലും ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടോ? എപ്പോഴും നമുക്ക് പുതിയ തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അത് നമ്മുടെ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ. ഇല്ല, അത്യാവശ്യം എല്ലാ തരത്തിലുള്ള പാട്ടുകളും എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ ഒരു ഈജിപ്ഷ്യൻ അറബിക് ടൈപ്പ് ഒരു സോങ് ഒക്കെ അവിടുന്ന് ഈജിപ്തിൽ നിന്ന് വന്നിട്ട് ഒരു അറബി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വരെ പാടാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ഭാഗ്യങ്ങളും ഈ പറഞ്ഞതുപോലെ പരീക്ഷണങ്ങളൊക്കെ നടത്താനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ചേച്ചി സിനിമയിൽ നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇനിയിപ്പം ഫ്യൂച്ചർ പ്രൊജക്ട്സ് ആയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ റീസെൻ്റായിട്ട് അഴകും മച്ച എന്ന് പറഞ്ഞൊരു മൂവിയിൽ അത് റിലീസായി. പിന്നെ രാശി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ പാടിയിട്ടുണ്ട്, റിലീസായിട്ടില്ല. പിന്നെ ഒന്ന് രണ്ട് അല്ലാത്ത മൂവിയിലെല്ലാം പാടിയിട്ടുണ്ട്, തമിഴ് മൂവിയിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ വർഷം ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. ചേച്ചിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സിനിമ പാട്ടോ ലളിതഗാനോ ഓണപ്പാട്ടോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ പറ്റും? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിസന്ധികളും വിഷമങ്ങളൊക്കെ ഉള്ളൊരു വർഷമാണ്. എന്തായാലും നമ്മൾ ഇനി വരും ദിവസങ്ങളൊക്കെ നമുക്ക് ഐശ്വര്യമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്കെല്ലാം ഓണാശംസകൾ. ഒരു ഗാനം കൂടെ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. പൂവേണം പൂപ്പട വേണം പൂവിളി വേണം പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം കുന്നത്തെ കാവിൽ നിന്നും തേവര് താഴെ എഴുന്നള്ളും നീ ഓരോലം മഞ്ചൽ മൂളി പോരുന്നുണ്ടേ മൂളി പോരുന്നുണ്ടേ പൂവേണം പൂപ്പട വേണം പൂവിളി വേണം പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം കുന്നത്തെ കാവിൽ നിന്നും തേവര് താഴെ എഴുന്നള്ളും നീ ഓലോലം മഞ്ചൽ മൂളി പോരുന്നുണ്ടേ മൂളി പോരുന്നുണ്ടേ പൂവേണം പൂപ്പട വേണം പൂവിളി വേണം പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം. ഓക്കെ, ചിങ്ങം ഒന്നിനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ കൂടെ വന്നതിന്, ഞങ്ങളുടെ കൂടിയതിന് വളരെ നന്ദി. ഇനി വളരെ ഉയരങ്ങളിലേക്ക് ചേച്ചിക്ക് എത്താൻ സാധിക്കട്ടെ. നിരവധി അവസരങ്ങൾ തേടി എത്തട്ടെ. വളരെയധികം നന്ദി.